തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഒടുവിൽ റബ്ബർ വിപണിയിൽ ഇടപെടാനുള്ള നീക്കവുമായി റബ്ബർ ബോർഡും കേന്ദ്ര സർക്കാരും. റബ്ബർ കയറ്റുമതിക്കാർക്ക് ഇൻസെന്റീവ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ വില വർധനവിനുള്ള നീക്കം ആരംഭിച്ചത്. ഒരു കിലോ റബ്ബർ കയറ്റുമതി ചെയ്യുമ്പോൾ 5 രൂപ ഇൻസെന്റീവ് ലഭിക്കും. ആഗോള വിപണിയിൽ റബ്ബർ വില ഉയർന്നിട്ടും ഒന്നും ചെയ്യാതിരുന്ന കേന്ദ്ര സർക്കാരാണ് തെരഞ്ഞെടുപ്പെടുത്തതോടെ റബ്ബർ കയറ്റുമതിക്കാരുടെ യോഗം വിളിച്ചു ചേർത്തത്. കയറ്റുമതിക്ക് ഇൻസെന്റീവ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് വിലവർധനവിനുള്ള നീക്കം കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. 1 കിലോ റബ്ബർ ഷീറ്റിന് 5 രൂപയാണ് ഇൻസെന്റീവ് നൽകുക. ₹5 per kg for short time for this scheme period for at least a quarter up to June 2024 to motivate the exporters to saturate the domestic market also to in tune with the international market. So this he has announced in the meeting, in the end of the meeting, in his concluding remarks. It is only for the export of RSS 4 and above grades. Rupees per kg. Of course, there is a maximum cap for per exporter 2 lakh. This is the maximum cap. ആഗോള വിപണിയിൽ വില കുതിച്ചുയർന്നിട്ടും ആഭ്യന്തര വിപണിയിൽ വില വർദ്ധിപ്പിക്കാൻ ടയർ കമ്പനികൾ തയ്യാറായിരുന്നില്ല. ഈ ഘട്ടത്തിൽ റബ്ബർ ബോർഡും വിപണിയിൽ ഇടപെട്ടില്ല. കയറ്റുമതി ചെയ്യാൻ സർക്കാർ ഇടപെടണമെന്ന് കർഷകർ ദീർഘനാളായി ആവശ്യപ്പെടുന്നതാണ്. കർഷകരുടെ ഈ ആവശ്യമാണ് തെരഞ്ഞെടുപ്പെടുത്തപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ തീരുമാനിച്ചത്. 30 മെട്രിക് ടൺ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു എക്സ്പോർട്ടർക്ക് കിലോഗ്രാമിന് 5 രൂപ വെച്ച് ഇൻസെൻറ്റീവ് കൊടുക്കുക. ഷീറ്റ് റബ്ബറിന് ലാറ്റക്സിന് നിലവിൽ 2 രൂപ വെച്ച് കിലോയ്ക്ക് ഉണ്ടായിരുന്നു. അത് തുടരും. എത്ര വേണമെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാൻ, കൂടുതൽ എക്സ്പോർട്ടേഴ്സ് ഈ രംഗത്തേക്ക് കൊണ്ടുവരുന്നതിനാണ് റബ്ബർ ബോർഡ് ശ്രമിക്കുന്നത്. റബ്ബർ വിലയിടിവിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ആവശ്യപ്പെട്ടു. ഈ പറയുന്ന ലോക മാർക്കറ്റിലെ വിലയോടൊപ്പം കേരളത്തിലെ റബ്ബർ കൃഷിക്കാർക്ക് കൂടി 213 ഉറുപ്പിക റബ്ബറിന് വില ലഭിച്ചാൽ അത് വലിയ ആശ്വാസമായിരിക്കും. ഈ വിലക്കൊപ്പിച്ച് മാറ്റം വരുത്താൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായും ഇടപെടണം എന്നാണ് റബ്ബർ വിലയെ സംബന്ധിച്ചുള്ള കാര്യമെന്ന രീതിയിൽ വിശദീകരിക്കാറുണ്ട്. 40 ടൺ വരെ കയറ്റുമതി ചെയ്യുന്നവർക്ക് 2 ലക്ഷം രൂപ ഇൻസെന്റീവ് ലഭിക്കും. ജൂൺ മാസം വരെയാണ് ഇൻസെന്റീവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കയറ്റുമതി ആരംഭിക്കുന്നതോടെ ആഭ്യന്തര വിപണിയിൽ അത് വിലവർധനവിനും ഇടയാക്കും. കൈരളി ന്യൂസ്, കോട്ടയം.